വെൽക്കം ടു സ്റ്റഡി വിൻ PSC. കഴിഞ്ഞ ദിവസം നടന്ന 10th പ്രിലിംസ് സ്റ്റേജ് 1 എക്സാമിൻ്റെ പ്രൊവിഷണൽ ആൻസർ കീ അനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് ഇന്നത്തെ ഈ ക്ലാസ്സിൽ. എക്സാം എഴുതിയവർ പ്രൊവിഷണൽ ആൻസർ കീ നോക്കിയിട്ട് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് താഴെ കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്യുക. എക്സാം ഈസി ആയിരുന്നല്ലോ അല്ലേ? നല്ല ഈസി ആയിട്ടുള്ള ഒരു എക്സാം ആയിരുന്നു. എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇനി വരുന്ന എക്സാമുകളിൽ ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതൊക്കെ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക കേട്ടോ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യത്തെ സ്പോർട്സ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഓപ്ഷൻ ബി കൊൽക്കത്ത. തൃശ്ശൂർ നഗരത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്ന ഭരണാധികാരി ആരായിരുന്നു? ഓപ്ഷൻ സി രാമവർമ്മ ശക്തൻ തമ്പുരാൻ. ലോഹങ്ങളുടെ രാജാവ്? ഓപ്ഷൻ എ സ്വർണം. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് ഡിജിറ്റൽ വാട്ടർ ഉച്ചകോടി 2026 നടന്നത് എവിടെ? ഓപ്ഷൻ എ ബംഗളൂരു. 2025 ഓടക്കുഴൽ പുരസ്കാരത്തിന് അർഹനായത് ആര്? ഓപ്ഷൻ ഡി EP രാജഗോപാൽ. കേരള സർക്കാരിൻ്റെ പരമോന്നത കായിക ബഹുമതി ഏതാണ്? ഓപ്ഷൻ ബി GV രാജ അവാർഡ്. 16ാം കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത് എന്ന്? ഓപ്ഷൻ ബി 2026 ഏപ്രിൽ 9. രണ്ടാം ബുദ്ധൻ എന്ന വിശേഷണമുള്ള സാമൂഹ്യ പരിഷ്കർത്താവ്? ഓപ്ഷൻ ഡി ശ്രീനാരായണ ഗുരു. പ്രാചീന മലയാളം ആരുടെ രചനയാണ്? ഓപ്ഷൻ എ ചട്ടമ്പി സ്വാമികൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഏത് സംസ്ഥാനത്ത് നിന്നുള്ള വ്യക്തിയാണ്? ഓപ്ഷൻ ഡി ഒഡീഷ. മൊളാസിസ് തടം എന്ന് അറിയപ്പെടുന്ന ഇന്ത്യയിലെ സംസ്ഥാനം? ഓപ്ഷൻ ബി മിസോറാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ തുരങ്ക റെയിൽപാത? ഓപ്ഷൻ സി പീർ പാഞ്ചാൽ പാത. ഇന്ത്യയിലെ വാതോർജ നിലയം? ഓപ്ഷൻ എ ലംബ. ഹിമാലയത്തിലെ ലവണജല തടാകം? ഓപ്ഷൻ ഡി രാകാസ്. പ്രാചീന കാലത്ത് ബംഗാളിലെ സോനാർ താഴ്വരയെയും സിന്ധു താഴ്വരയെയും ബന്ധിപ്പിച്ചിരുന്ന പാത? ഓപ്ഷൻ എ ഷാഹി പാത. എണ്ണപ്പാടം അടിസ്ഥാനമാക്കിയുള്ള ഇന്ത്യയിലെ എണ്ണ ശുദ്ധീകരണശാല? ഓപ്ഷൻ ബി ദിഗ്ബോയ്. ചലം നദി വക്രവലയങ്ങൾ രൂപപ്പെടുത്തുന്നതിന് കാരണമായി ഭവിച്ച തടാകം ഏതാണ്? ഓപ്ഷൻ സി ദാൽ. സമാധാനത്തിൻ്റെ പാലം എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ ഡി അമാൻ സേതു. പഞ്ചപ്രയാഗ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ ബി ഉത്തരാഖണ്ഡ് ഹിമാലയം. ഇന്ത്യയിൽ യുറേനിയം നിക്ഷേപം കാണപ്പെടുന്നത്? ഓപ്ഷൻ സി ധാർവാർ ശിലകൾ. ഏത് സത്യാഗ്രഹത്തിൻ്റെ പ്രചാരണ സമയത്താണ് നേതാവ് എന്നർത്ഥമുള്ള സർദാർ എന്ന വിളിപ്പേര് വല്ലഭായ് പട്ടേലിന് ലഭിച്ചത്? ഓപ്ഷൻ സി ബർദോളി സത്യാഗ്രഹം. ചപ്പാത്തി പ്രസ്ഥാനം സ്വാതന്ത്ര്യ സമരത്തിലെ ഏത് സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ബി ഒന്നാം സ്വാതന്ത്ര്യ സമരം. ഡോക്ടർ KN രാജുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ ഏത്? ഓപ്ഷൻ ഡി 1, 2. ഡോക്ടർ KN രാജുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ: പ്ലാനിംഗ് കമ്മീഷൻ ചെയർമാൻ, റിസർവ് ബാങ്ക് ഗവർണർ. ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്നറിയപ്പെട്ടത് ആര്? ഓപ്ഷൻ ബി അരുണ ആസഫ് അലി. ബോംബെ പ്ലാനുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ ഏത്? ഓപ്ഷൻ ബി 1, 3. ബോംബെ പ്ലാനുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ: വ്യവസായികളും സംരംഭകരും ആസൂത്രണത്തിന് എതിരായിരുന്നു, ആഗോള മൂലധന നിക്ഷേപത്തിനായി വാദിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ച INA സംരക്ഷണ സമിതിയിൽ അംഗമല്ലാതിരുന്നത് ആര്? ഓപ്ഷൻ ബി ക്യാപ്റ്റൻ ലക്ഷ്മി. സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യ മന്ത്രിസഭയിൽ വാർത്താവിനിമയ വകുപ്പ് മന്ത്രി ആരായിരുന്നു? ഓപ്ഷൻ സി റാഫി അഹമ്മദ് കിദ്വായ്. ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിന് ഇന്ത്യയുടെ കേന്ദ്ര നേതൃത്വം ആദ്യം അംഗീകരിക്കാത്തതിന് കാരണമെന്ത്? ഓപ്ഷൻ ഡി 2, 3. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിന്
ഇന്ത്യയുടെ കേന്ദ്ര നേതൃത്വം ആദ്യം അംഗീകരിക്കാത്തതിന് കാരണം വിഘടനവാദ ഭീഷണി ഇല്ലാതാക്കാൻ, രാജ്യത്തിൻ്റെ ഐക്യം കാത്തുസൂക്ഷിക്കാൻ. 1939 നടന്ന അഖിലേന്ത്യാ നാട്ടുരാജ്യ പ്രജാ സമ്മേളനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത്? ഓപ്ഷൻ എ 1, 2. 1939 നടന്ന അഖിലേന്ത്യാ നാട്ടുരാജ്യ പ്രജാ സമ്മേളനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ: ഇന്ത്യയുടെ ഐക്യം എന്ന സങ്കല്പത്തിന് കരുത്തേകി പൗരാവകാശങ്ങൾ നാട്ടുരാജ്യങ്ങളിലെ പ്രജകൾക്ക് നൽകണമെന്ന് വാദിച്ചു. താഴെ പറയുന്നവരിൽ കേന്ദ്രീകൃത ആസൂത്രണത്തിൻ്റെ വിമർശകനായിരുന്ന വ്യക്തി ആര്? ഓപ്ഷൻ ഡി സി രാജഗോപാലാചാരി. ചൂഷണത്തിൽ നിന്നും മോചനം നേടാനുള്ള അവകാശങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന എഴുതുക. ഓപ്ഷൻ ഡി 2, 4. ചൂഷണത്തിൽ നിന്നും മോചനം നേടാനുള്ള അവകാശങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ: സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേക സംരക്ഷണം ഉറപ്പാക്കുന്നു, അടിമത്തം തക്കതായ പ്രതിഫലം നൽകാതെ നിർബന്ധിച്ച് ജോലി ചെയ്യിക്കൽ എന്നിവ നിരോധിക്കപ്പെട്ടിരിക്കുന്നു. ഇന്ത്യയുടെ ഭരണഘടനാ പ്രകാരം ഓരോ ഇന്ത്യൻ പൗരൻ്റെയും മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടുന്നവ തിരഞ്ഞെടുത്ത് എഴുതുക. ഓപ്ഷൻ ഡി 1, 2, 3, 4. അപ്പോൾ ഇന്ത്യയുടെ ഭരണഘടനാ പ്രകാരം ഓരോ ഇന്ത്യൻ പൗരൻ്റെയും മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതൊക്കെയാണ്? ഭാരതത്തിൻ്റെ പരമാധികാരവും ഐക്യവും അഖണ്ഡതയും നിലനിർത്തുകയും സംരക്ഷിക്കുകയും ചെയ്യുക, നമ്മുടെ സംസ്കാര സമന്വയത്തിൻ്റെ സമ്പന്നമായ പാരമ്പര്യത്തെ വിലമതിക്കുകയും നിലനിർത്തുകയും ചെയ്യുക, ശാസ്ത്രീയമായ കാഴ്ചപ്പാടും മാനവികതയും അന്വേഷണത്തിനും പരിഷ്കരണത്തിനുമുള്ള മനോഭാവവും വികസിപ്പിക്കുക, പൊതുസ്വത്ത് സംരക്ഷിക്കുകയും ശപഥം ചെയ്ത് അക്രമം ഉപേക്ഷിക്കുകയും ചെയ്യുക. ഭരണഘടനയുടെ ഭാഗം 4 പ്രതിപാദിക്കുന്നത് എന്തിനെക്കുറിച്ചാണ്? ഓപ്ഷൻ ബി 3. ഏതാണ്? മൗലിക കർത്തവ്യങ്ങൾ. ഭരണഘടനയുടെ ഭാഗം 4 പ്രതിപാദിക്കുന്നത് മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ചാണ്. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് എന്ന പ്രഖ്യാപനത്തോടെ ശ്രീനാരായണ ഗുരു സർവമത സമ്മേളനം വിളിച്ചു ചേർത്തത് എവിടെ വെച്ചാണ്? ഓപ്ഷൻ സി ആലുവ. ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് ആര്? ഓപ്ഷൻ ഡി വാഗ്ഭടാനന്ദ്. അന്തർദേശീയ തലത്തിൽ പ്രശസ്തി നേടിയ മനുഷ്യാവകാശ സംഘടനകളിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻ എ 3 സിറ്റിസൺ ഫോർ ഡെമോക്രസി. വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? ഓപ്ഷൻ സി 3, 4. വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ: കോടതി പരിഗണനയിലുള്ള വിവരങ്ങൾ, വ്യക്തികളുടെ ജീവനും സുരക്ഷയ്ക്കും ഭീഷണിയാകുന്ന വിവരങ്ങൾ എന്നിവ വെളിപ്പെടുത്തുന്നു. ഉദ്യോഗസ്ഥർ തെറ്റായതോ തൃപ്തികരമല്ലാത്തതോ ആയ വിവരങ്ങൾ നൽകിയെന്ന് കമ്മീഷന് ബോധ്യപ്പെട്ടാൽ വിവരങ്ങൾ നൽകുന്നതുവരെ ഉദ്യോഗസ്ഥനിൽ നിന്ന് 150 രൂപ വീതം പിഴ ശിക്ഷ ചുമത്താവുന്നതാണ്. മനുഷ്യാവകാശ കമ്മീഷന്റെ അധികാരങ്ങളിൽ ഉൾപ്പെടുന്നത് ഏതെല്ലാം? ഓപ്ഷൻ ഡി 1, 2, 3, 4. മനുഷ്യാവകാശ കമ്മീഷന്റെ അധികാരങ്ങളിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ്? തടവറകളിലെ അതിക്രമം തടയൽ, വനിതകളുടെയും കുട്ടികളുടെയും അവകാശ സംരക്ഷണം, ഭരണനിർവഹണ രംഗത്തെ പരിഷ്കരണങ്ങൾ, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ മനുഷ്യാവകാശ നിഷേധങ്ങൾ ഇല്ലാതാക്കൽ. ഭരണഘടനാ നിർമ്മാണ സഭ ഔദ്യോഗികമായി ഇന്ത്യയുടെ ദേശീയ പതാക അംഗീകരിച്ച ദിവസം ഏത്? ഓപ്ഷൻ സി 1947 ജൂലൈ 22. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ. ഓപ്ഷൻ എ വി ഹരിനായർ. കേരളത്തിലെ ആദ്യത്തെ ഇക്കോ ടൂറിസ്റ്റ് കേന്ദ്രം. ഓപ്ഷൻ ബി തെന്മല. തട്ടേക്കാട് പക്ഷിസങ്കേതം ഇതിലെവിടെയാണ്? ഓപ്ഷൻ ബി എറണാകുളം. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി. ഓപ്ഷൻ ബി പെരിയാർ. അഞ്ചുവണ്ണം എന്നാൽ എന്ത്? ഓപ്ഷൻ സി വാണിജ്യ സംഘം. മലയാള സിനിമയുടെ പിതാവെന്ന് വിശേഷിപ്പിക്കുന്നത് ഇവരിൽ ആരെ? ഓപ്ഷൻ ഡി JC ഡാനിയൽ. കേരളത്തിൻ്റെ ഔദ്യോഗിക പുഷ്പം. ഓപ്ഷൻ എ കണിക്കൊന്ന. പ്രാചീന തുറമുഖമായ മൂസിരസ് ഇതിൽ ഏത് സ്ഥലമാണ്? ഓപ്ഷൻ ബി കൊടുങ്ങല്ലൂർ. തമിഴ്നാടിനെ കേരളവുമായി ബന്ധിപ്പിക്കുന്ന ചുരം. ഓപ്ഷൻ സി പാലക്കാട്. ആസാമിൽ നടന്ന 79ാമത് സന്തോഷ് ട്രോഫി കിരീടം നേടിയത്. ഓപ്ഷൻ ബി സർവീസസ്. കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി. ഓപ്ഷൻ സി പള്ളിവാസൽ.
സാധുജന പരിപാലന സംഘത്തിൻ്റെ സ്ഥാപകനാര്? ഓപ്ഷൻ സി അയ്യങ്കാളി. ആഴമേറും നിന്മഹസ്താം ആഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം. ഇത് ഏതിലെ വരികളാണ്? ഓപ്ഷൻ ബി ദൈവദശകം. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡി ഏത്? ഓപ്ഷൻ സി ചട്ടമ്പി സ്വാമികൾ വേദാധികാര നിരൂപണം. സാമൂഹ്യ പരിഷ്കർത്താവായ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചുള്ള തെറ്റായ പ്രസ്താവനകൾ. ഓപ്ഷൻ ഡി 2, 4. സാമൂഹ്യ പരിഷ്കർത്താവായ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചുള്ള തെറ്റായ പ്രസ്താവനകൾ. ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രസിദ്ധീകരണങ്ങൾ: പ്രാചീന മലയാളം, ആദിഭാഷ. സമത്വ സമാജത്തിൻ്റെ സ്ഥാപകൻ ശ്രീനാരായണ ഗുരുവാണ്. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത ജനകീയ ചെറുത്തുനിൽപ്പ് കലാപം ഏത്? ഓപ്ഷൻ സി ആറ്റിങ്ങൽ കലാപം. കുളച്ചൽ യുദ്ധത്തിന് ശേഷം തിരുവിതാംകൂർ സൈന്യത്തിൻ്റെ വലിയ കപ്പിത്താനായി മാറിയതാര്? ഓപ്ഷൻ എ ഡിലനോയ്. ഇന്ത്യയിലെ പല ഭാഗങ്ങളിൽ നടന്ന ഗോത്രവർഗ കലാപങ്ങളിൽ പെടാത്തത്? ഓപ്ഷൻ ബി മാപ്പിള കലാപം. പഴശ്ശിക്കലാപത്തിൻ്റെ പ്രധാന കാരണങ്ങളിൽ പെടുന്ന പ്രസ്താവന ഏത്? ഓപ്ഷൻ എ 1, 3. പഴശ്ശിക്കലാപത്തിൻ്റെ പ്രധാന കാരണങ്ങളിൽ പെടുന്ന പ്രസ്താവനകൾ: ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയം, വയനാട് കൈയടക്കാനുള്ള ബ്രിട്ടീഷുകാരുടെ നീക്കം. താഴെ തന്നിരിക്കുന്നവയിൽ പരസ്പര ബന്ധമില്ലാത്തത്? ഓപ്ഷൻ ഡി 1, 2. താഴെ തന്നിരിക്കുന്നവയിൽ പരസ്പര ബന്ധമില്ലാത്തത്: മാവിലത്തോട്, വേലുത്തമ്പി ദളവ, മണ്ണടി, പഴശ്ശിരാജ. താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളുടെ ശരിയായ കാലഗണനാ ക്രമം. ഓപ്ഷൻ ബി 2, 4, 3, 1. കുണ്ടറ വിളംബരം, കുറിശ്ശിക്കലാപം, പൂക്കോട്ടൂർ കലാപം, മൊറാഴ സമരം. കണ്ടൽക്കാടുകൾക്കിടയിൽ എൻ്റെ ജീവിതം ആരുടെ ആത്മകഥയാണ്? ഓപ്ഷൻ ബി കല്ലേൻ പൊക്കുടൻ. മനുഷ്യശരീരത്തിൽ ഏത് ഹോർമോണിൻ്റെ ഏറ്റക്കുറച്ചിലുകളാണ് ദൈനംദിന ഉറക്കത്തെയും ഉണരലിനെയും സ്വാധീനിക്കുന്നത്? ഓപ്ഷൻ സി മെലാട്ടോണിൻ. ഡോട്ട്സ് ഏത് രോഗത്തിൻ്റെ ചികിത്സാരീതിയാണ്? ഓപ്ഷൻ സി ക്ഷയം. രോഗങ്ങളെപ്പറ്റി പഠിക്കാൻ ലാബിൽ വളർത്തുന്ന ചെറുതും ത്രിമാന രൂപത്തിലുള്ള ടിഷ്യൂ മാതൃകകളാണ്? ഓപ്ഷൻ ഡി ഓർഗനോയിഡ്. മലിനമായ മണ്ണ്, ജലം, വായു തുടങ്ങിയ ചുറ്റുപാടുകളിൽ നിന്ന് മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ സൂക്ഷ്മാണുക്കളെയും സസ്യങ്ങളെയും ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യ ഏതാണ്? ഓപ്ഷൻ ഡി ബയോ റെമഡിയേഷൻ. ഭാഗ്യലക്ഷ്മി ഏത് സസ്യത്തിൻ്റെ സങ്കര ഇനമാണ്? ഓപ്ഷൻ ബി പയർ. വായു മലിനീകരണം അളക്കുന്നതിനും അന്തരീക്ഷത്തിലെ സൾഫർ ഡയോക്സൈഡിൻ്റെ സാന്നിധ്യം തിരിച്ചറിയുന്നതിനും സഹായിക്കുന്ന പ്രകൃതിദത്ത സൂചകങ്ങൾ ഏതാണ്? ഓപ്ഷൻ എ ലൈക്കനുകൾ. താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനയും അതിനുള്ള കാരണവും ശ്രദ്ധാപൂർവം വായിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. പ്രസ്താവന: മികച്ച ഇനം വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്നതിനായി ശാസ്ത്രജ്ഞരും കർഷകരും കൃത്രിമ പരാഗണം നടത്താറുണ്ട്. കാരണം ആൺപൂവിലെ പരാഗരേണുക്കൾ അനുയോജ്യമായ പെൺപൂവിൻ്റെ തന്തുകത്തിൽ വീഴുമ്പോഴാണ് മികച്ച ഫലങ്ങൾ ഉണ്ടാകുന്നത്. ഓപ്ഷൻ സി എ ശരിയാണ്, 6 തെറ്റാണ്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശ്രദ്ധാപൂർവം വായിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ഡി എയും ഡിയും ശരിയാണ് കേട്ടോ. അപ്പോൾ ശരിയായ പ്രസ്താവനകൾ താഴെ തന്നിരിക്കുന്നതിലെ ശരിയായ പ്രസ്താവനകളാണ്: കട്ടി കൂടിയ ഭിത്തിയും ഉയർന്ന മർദ്ദത്തിൽ ഹൃദയത്തിൽ നിന്ന് രക്തം വഹിക്കുന്ന രക്തക്കുഴലുകളുമാണ് ധമനികൾ. അവയവങ്ങളിൽ നിന്ന് അവയവങ്ങളിലേക്ക് രക്തത്തെ വഹിക്കുന്ന രക്തക്കുഴലുകളാണ് പോർട്ടൽ സിരകൾ. മനുഷ്യശരീരത്തിൽ കാൽസ്യം ആഗിരണം ചെയ്യുന്നതിന് സഹായിക്കുന്ന വിറ്റാമിൻ ഏതാണ്? ഓപ്ഷൻ ബി വിറ്റാമിൻ ഡി. പവറിൻ്റെ SI യൂണിറ്റ് വാട്ടാണ്. വാഹനങ്ങളുടെയും മോട്ടോറുകളുടെയും പവർ കുതിരശക്തിയിൽ സൂചിപ്പിക്കാറുണ്ട്. എന്നാൽ ഒരു കുതിരശക്തി = വാട്ടാണ്. ഓപ്ഷൻ ബി 746. ആൽക്കലൈൻ എർത്ത് ലോഹങ്ങളിൽ ആറ്റോമിക മാസ് ഏറ്റവും കൂടുതലുള്ള മൂലകം? ഓപ്ഷൻ ബി റേഡിയം. ഉത്കൃഷ്ടവാതകങ്ങൾ അല്ലാത്ത മൂലകം? ഓപ്ഷൻ സി സിലിക്കൺ. കലാമിൻ ഏത് ലോഹത്തിൻ്റെ അയിരാണ്? ഓപ്ഷൻ സി സിങ്ക്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് ആവർത്തിയിലുള്ള ശബ്ദമാണ് മനുഷ്യന് കേൾക്കാൻ സാധിക്കുന്നത്? ഓപ്ഷൻ ബി
2000 ഹെർട്സ്. C12, C13, C14 എന്നിവ കാർബണിൻ്റെ പ്രകൃതിദത്ത ഐസോട്ടോപ്പുകളാണ്. ഇതിൽ സ്ഥിരതയുള്ളതും ലഭ്യത കൂടിയതുമായ കാർബൺ ഐസോട്ടോപ്പ് ഏതാണ്? ഓപ്ഷൻ എ C12. വസ്തുക്കൾക്ക് സ്ഥാനം മൂലമോ കോൺഫിഗറേഷൻ മൂലമോ ലഭിക്കുന്ന ഊർജമാണ് ഓപ്ഷൻ എ സ്ഥിതികോർജം. ജലത്തിൻ്റെ സാന്ദ്രത ഏറ്റവും അധികം ആകുന്ന താപനില ഓപ്ഷൻ സി 4 ഡിഗ്രി സെൽഷ്യസ്. ഇവയിൽ ഏതാണ് പ്രകൃതിദത്ത പോളിമർ? ഓപ്ഷൻ ബി സെല്ലുലോസ്. ഖരവസ്തുക്കൾ ചൂടാക്കുമ്പോൾ അവ നേരിട്ട് വാതകമായി മാറുന്ന പ്രക്രിയയാണ് ഓപ്ഷൻ എ ഉൽപ്പതനം. ഇനി മാത്സ് ആണ് കേട്ടോ. ഓക്കെ, മാത്സ് സോൾവ് ചെയ്ത വീഡിയോ ചാനലിലുണ്ട്. അപ്പോൾ നിങ്ങൾ അത് പോയി കണ്ട് പഠിക്കുക കേട്ടോ. ഈ 20 ക്വസ്റ്റ്യൻസും മുഴുവനും സോൾവ് ചെയ്ത വീഡിയോ ചാനലിലുണ്ട്. ഓക്കെ, 8, 12, 16 എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിച്ചാൽ 3 ശിഷ്ടം വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത്? ഓപ്ഷൻ ബി 51. 2ഉം 2ൽ1 പ്ലസ് 3ഉം 4ൽ1 മൈനസ് 4ഉം 5ൽ1 ഈസ് ഈക്വൽ ടു എത്ര? ഓപ്ഷൻ എ 1ഉം 20ൽ 11. 2√2 പ്ലസ് 3√2 മൈനസ് √8 ഈസ് ഈക്വൽ ടു? ഓപ്ഷൻ ബി 3√2. ഒരു ക്ലാസ്സിലെ 25 കുട്ടികളുടെ ശരാശരി വയസ്സ് 13. ടീച്ചറുടെ വയസ്സ് കൂടി ചേർത്തപ്പോൾ ശരാശരി 14 വയസ്സായി. എങ്കിൽ ടീച്ചറുടെ വയസ്സ് എത്ര? ഓപ്ഷൻ സി 39. അടുത്ത പദം ഏത്? 3, 7, 15, 31 ഡാഷ്. ഓപ്ഷൻ സി 63. 16 പ്ലസ് 8/2 ഇൻറ്റു 6 മൈനസ് 20 ഈസ് ഈക്വൽ ടു എത്ര? ഓപ്ഷൻ ബി 20. ക്ലോക്കിലെ സമയം 3 മണി 20 മിനിറ്റ് ആണെങ്കിൽ സൂചികൾ തമ്മിലുള്ള ഡിഗ്രി അളവ് എത്ര? ഓപ്ഷൻ സി 20 ഡിഗ്രി. 5⁻x-1 ഇൻറ്റു 5³ ഇൻറ്റു 5² ഈസ് ഈക്വൽ ടു 3125 എങ്കിൽ എക്സിൻ്റെ വില? ഓപ്ഷൻ ബി 1. 60 ആളുകൾ 10 ദിവസം കൊണ്ട് തീർക്കുന്ന ജോലി 6 ദിവസം കൊണ്ട് തീർക്കാൻ എത്ര ആളുകൾ അധികം വേണ്ടി വരും? ഓപ്ഷൻ ഡി 40. ഒരു കച്ചവടക്കാരൻ 110 രൂപയ്ക്ക് വാങ്ങിയ ഒരു പുസ്തകം 132 രൂപയ്ക്ക് വിറ്റാൽ ലാഭം എത്ര ശതമാനം? ഓപ്ഷൻ ബി 20%. 1, 1, 2, 3, 5, 8 എന്ന ശ്രേണിയുടെ അടുത്ത പദം ഏത്? ഓപ്ഷൻ ബി 13. 3* 2 ഈസ് ഈക്വൽ ടു 9, 4* 3 ഈസ് ഈക്വൽ ടു 13, 5* 4 ഈസ് ഈക്വൽ ടു 79, 6* 5 ഈസ് ഈക്വൽ ടു എത്ര? ഓപ്ഷൻ ഡി 21. താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് 3, 6, 11, 18 എന്ന ശ്രേണിയിൽ ഉൾപ്പെടാത്തത്? ഓപ്ഷൻ ബി 37. സുരേഷ് 7 കിലോമീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ചു. അവിടെ നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് 4 കിലോമീറ്റർ സഞ്ചരിച്ചു. അതിനുശേഷം വലത്തോട്ട് തിരിഞ്ഞ് 7 കിലോമീറ്റർ കൂടി സഞ്ചരിച്ചു. ഇപ്പോൾ അയാൾ യാത്ര തുടങ്ങിയ സ്ഥലത്ത് നിന്ന് എവിടെ ആയിരിക്കും? ഓപ്ഷൻ എ 4 കിലോമീറ്റർ തെക്ക്. 7 പ്ലസ് 8/4 മൈനസ് 2 ഇൻറ്റു 3 പ്ലസ് 1 ഈസ് ഈക്വൽ ടു എത്ര? ഓപ്ഷൻ സി 4. 3 വർഷം മുമ്പ് മത്തായിക്ക് മകൻ ജോണിൻ്റെ വയസ്സിൻ്റെ 4 മടങ്ങ് പ്രായമുണ്ട്. 2 വർഷം കഴിയുമ്പോൾ മത്തായിയുടെ പ്രായം ജോണിൻ്റെ പ്രായത്തിൻ്റെ 3 മടങ്ങാകും. എന്നാൽ ഇപ്പോൾ മത്തായിയുടെ പ്രായം എത്ര? ഓപ്ഷൻ ബി 43. ഒരു ക്ലോക്കിൽ സമയം 4 മണിയാവുമ്പോൾ മിനിറ്റ് സൂചിക്കും മണിക്കൂർ സൂചിക്കും ഇടയിലുള്ള കോണ് എത്രയായിരിക്കും? ഓപ്ഷൻ സി 120 ഡിഗ്രി. 3:12 ഈസ് ഈക്വൽ ടു x:60 ആയാൽ എക്സിൻ്റെ വില എത്ര? ഓപ്ഷൻ ഡി 15. പ്ലസ് എന്നത് ഇൻറ്റുവിനെയും മൈനസ് എന്നത് പ്ലസിനെയും ഡിവിഷൻ എന്നത് മൈനസിനെയും ഇൻറ്റു എന്നത് ഡിവിഷനെയും സൂചിപ്പിച്ചാൽ 6/3 പ്ലസ് 2 മൈനസ് 8 ഇൻറ്റു 4 എത്രയായിരിക്കും? ഓപ്ഷൻ എ 2. 7, 10, 6, 13, 5, 16 എന്ന ശ്രേണിയുടെ 9ാമത്തെ പദം എന്ത്? ഓപ്ഷൻ സി 3. ഓക്കെ, അപ്പോൾ ആൻസർ കീ നോക്കിയിട്ട് എക്സാം എഴുതിയവർ നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? ഈസി ആയിരുന്നോ? എനിക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ട് നല്ല ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് തോന്നിയത്. പിന്നെ കുറച്ച് ചോദ്യങ്ങൾ മാത്രമേ നമ്മൾ അധികം കേട്ടിട്ടില്ലാത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. എന്നാലും ഓവറോൾ നല്ല ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ എക്സാം എഴുതിയവർ
ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് ഈസി ആയിരുന്നോ, മോഡറേറ്റ് ആയിരുന്നോ, ടഫ് ആയിരുന്നോ എന്നൊക്കെ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക. മാത്സൊക്കെ നല്ല ഈസി ആയിരുന്നല്ലോ, നല്ല ഈസി ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഫുള്ള്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. എല്ലാവരും ഇനി വരുന്ന എക്സാമുകൾക്ക് വേണ്ടിയിട്ട് നന്നായിട്ട് തന്നെ പഠിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഈ വീഡിയോയുടെ താഴെ കാണുന്ന ഹൈപ്പ് എന്നുള്ളൊരു ഓപ്ഷനുണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ സ്റ്റഡി വിൻ PSCയുടെ ടെലഗ്രാം ചാനലിലുണ്ട്, ടെലഗ്രാം ചാനലിൽ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ട്സൊക്കെ ടെലഗ്രാം ചാനലിൽ കൊടുക്കുന്നുണ്ട്. ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് ബോക്സിലുണ്ട്. പിന്നെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിന് വേണ്ടിയിട്ട് സ്റ്റഡി വിൻ PSC ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റഡി വിൻ PSCയുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. അവിടെ ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട് കേട്ടോ. ചെറിയൊരു ഫീസേ ഉള്ളൂ, 600 രൂപ മാത്രം. എക്സാം തീരുന്നത് വരെ ക്രാഷ് കോഴ്സ് ആയിട്ട് എടുക്കാം. പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. എല്ലാ സബ്ജക്റ്റും കാണും. കാരണം GK, കറണ്ട് അഫെയർസ്, ഇംഗ്ലീഷ്, മലയാളം, മാത്സ് അങ്ങനെ എല്ലാം കൂടെ ഡിസ്കസ് ചെയ്തേ പോവുള്ളൂ. അങ്ങനത്തെ ഒരു ക്ലാസ്സാണ്. 600 രൂപ ഫീസേ ഉള്ളൂ. ഓഗസ്റ്റ് 1 തുടങ്ങിയാൽ എല്ലാ ഷിഫ്റ്റുകാരുടെ എക്സാം തീരുന്ന ദിവസം വരെ അവിടെ ക്ലാസ്സുകളും ഉണ്ടായിരിക്കും. താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ആദ്യം സ്റ്റഡി വിൻ PSCയുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. അവിടെ ഡീറ്റെയിൽസ് എല്ലാം പറയാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.